ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നതാണ് കേട്ടോ. കുറച്ച് ദിവസമായി പോയി വന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ സമയം രാവിലെ 6:15 ആവുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് 6:35 നേരിട്ട് കൊടുങ്ങല്ലൂർക്ക് ബസ്സുണ്ട്. അപ്പോൾ അതിനാണ് പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ ചെന്ന് പിന്നെ മാറി കയറണം കേട്ടോ. ബസ് സ്റ്റാൻഡിൽ എത്തി കൊടുങ്ങല്ലൂർ ബസ്സിൽ കയറിയിട്ടോ. അങ്ങനെ ഷൊർണൂർ എത്തി. റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. എയർപോർട്ട് മോഡൽ പോലെ. എന്തായാലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയായി. അങ്ങനെ പിന്നെ ചെറുതുരുത്തി പാലത്തിലൂടെ, കൊച്ചിൻ പാലം എന്ന് പറയും. നിലാതീരത്തെ സൂര്യോദയം കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അങ്ങനെ പിന്നെ അച്ഛൻ്റെ നാട്ടിലേക്ക്. ഇതാണ് ചെറുതുരുത്തി. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ നാട്. പിന്നെ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയിട്ടോ. കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പുള്ള കായൽ കാഴ്ചകളാണിത്. എന്ത് ഭംഗിയല്ലേ. ഈ കായലിലാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്ന ആളുകൾ കുളിക്കുക. അങ്ങനെ നമ്മൾ തെക്കേനട ഭാഗത്തിറങ്ങി വേഗം അമ്പലത്തിലേക്ക് പോയിട്ടോ. ഞായറാഴ്ച ആയിരുന്നു നമ്മൾ പോയത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. കൊടുങ്ങല്ലൂർ പോയാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ ഇറങ്ങി അമ്പലനടയിലേക്ക് പോകുമ്പോൾ കാക്കാത്തി അമ്മമാർ നമ്മളെ വിളിക്കും. കൈ നോക്കി ലക്ഷണം പറയുന്നവർ. അവർ പറയുന്നതെല്ലാം കുറച്ചൊക്കെ സത്യമാവാറുണ്ട് കേട്ടോ. അങ്ങനെ അമ്പല ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പോഴാണ് തെക്കേനട എത്താറായിരിക്കുന്നു ക്യൂ ഉള്ളിലേക്ക് കയറാനുള്ളത്. അപ്പോൾ പിന്നെ ബാത്റൂമിലൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. അവിടേക്ക് പോകുമ്പോൾ കൂട്ടിൽ നിറയെ വലിയ വലിയ ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് 6 മാസത്തിന് ശേഷമാണ് കേട്ടോ. എത്ര തിരക്കാണെങ്കിലും ഞങ്ങൾ അമ്മയെ ഉള്ളിൽ കയറി കണ്ടിട്ടേ പോവാറുള്ളൂ എന്ന് കരുതിയാണ്. അങ്ങനെ ഒരുപാട് നേരം ക്യൂ നിന്ന് ഞങ്ങൾക്ക് അമ്മയെ കാണാൻ പറ്റി. അമ്മ നന്നായി ഞങ്ങൾക്ക് ദർശനം തന്നു. 9:30 അവിടെ എത്തിയിട്ട് ഏകദേശം 11:30 ആയി ദർശനം കിട്ടിയപ്പോൾ. പിന്നെ നേരെ പ്രസാദൂട്ടിന് നിന്നു. വഴിപാടുകളൊന്നും ചെയ്തില്ല കേട്ടോ, കാരണം അത്ര നല്ല തിരക്കുണ്ടായിരുന്നു. കൗണ്ടറിലും കൂടി നിൽക്കുമ്പോഴേക്കും നേരം വൈകും. തിരക്ക് കാരണം നട അടയ്ക്കാൻ തന്നെ 1:30 മണിയായി. ഞങ്ങൾക്ക് നേരെ ഭക്ഷണത്തിന് പോയി. ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോന്നു കേട്ടോ.
എത്ര കണ്ടാലും മതി വരാത്ത അമ്മയെ കാണാൻ ഇനിയും പോകണം. അതിന് അമ്മ അനുഗ്രഹിക്കട്ടെ, ഞങ്ങളെ വിളിക്കട്ടെ എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.